വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത്. എന്നോട് കുറച്ചു പേര് കുറെ നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കത് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഇന്ന് തന്നെ ഈ വീഡിയോ ഇട്ടേക്കാന്ന്. എന്താണെന്നറിയട്ടെ, ഹെന്നയാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. നല്ല ബ്രൗൺ കളറിൽ നമ്മുടെ മുടി വരാൻ വേണ്ടി എങ്ങനെ നമുക്ക് ഹെന്ന പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഈ ഹെന്നയ്ക്കുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഓറഞ്ച് കളറിലേക്ക് വരികയില്ല. ഈ ബ്രൗൺ കളറ് അത് നിങ്ങളുടെ മുടി വളർന്നു പോകുന്ന വരയ്ക്ക് ആ കളർ അങ്ങനെ തന്നെ നിൽക്കും. ഒരിക്കലും ഈ കളർ ഫെയ്ഡ് ആകത്തില്ല. അപ്പൊ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് ഞാൻ ഈസിയായ മെത്തേഡിൽ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പൊ നമ്മുടെ ഈ ഹെന്നയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നാളത്തേക്ക് ഇത് ലാസ്റ്റ് ചെയ്യും. ഈ കളർ ഫെയ്ഡ് ആവുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യത്തില്ല. ഈ കളർ അങ്ങനെ തന്നെ ലാസ്റ്റ് ചെയ്യും. പിന്നെ ഒരേ ഒരു കാര്യം, നിങ്ങളുടെ വളർന്നു വരുന്ന മുടി, നിങ്ങളുടെ റൂട്ടിൽ നിന്ന് വളർന്നു വരുന്ന മുടി മാത്രമുള്ള ഗ്രേ കളറിൽ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മുടി ആ ബ്രൗൺ കളറിൽ തന്നെ കിടക്കും. എന്റെ മുടിയിൽ തപ്പയാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും, നീണ്ടു കിടക്കുന്ന മുടിയൊക്കെ ഇന്നും ആ ബ്രൗൺ കളർ തന്നെ കിടക്കുന്നു. അത്രയ്ക്കും ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. നമ്മുടെ മുടി ചുമന്നിരിക്കുന്നതിലും എത്രയോ ഭംഗിയാണ് ബ്രൗൺ കളറിൽ ഇരിക്കുന്നത്. നല്ല ഡാർക്ക് ബ്രൗൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെയറുമായിട്ട് നന്നായിട്ട് സൂട്ടായിട്ട് പോകും. പെട്ടെന്ന് അറിയേയില്ല. എന്നാൽ നല്ല സൺഷൈനൊക്കെ ഉള്ളപ്പോൾ നല്ലൊരു കളറ് അതിന് തോന്നിക്കുകയും ചെയ്യും. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇതിനുവേണ്ടി നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെന്ന, നാച്ചുറൽ ഹെന്ന, പിന്നെ ഇൻഡിഗോ പൗഡർ, സീ സോൾട്ട് വേണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ കോഫി പൗഡർ ഇവിടെയുണ്ട്, ജിഞ്ചർ, അതുപോലെ തന്നെ ഗ്രാമ്പു. പിന്നെന്താണ് ഉപയോഗിച്ചേക്കുന്നത്? അപ്പോൾ നമ്മുടെ ബ്രൗൺ ഹെന്ന തയ്യാറാക്കുവാൻ വേണ്ടി നമ്മൾ അടുപ്പത്ത് ഇതുപോലൊരു പാൻ വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അല്ലേ? ഇതിലേക്ക് നമ്മൾ സാധാരണ കോഫി ഉണ്ടാക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. എനിക്ക് കുറച്ച് മുടിയുള്ള നിങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മതിയാവും. ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ, കണ്ടോ, 1 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ. അപ്പം ഞാൻ ഉപയോഗിച്ചേക്കുന്ന കോഫി പൗഡർ നെസ്കഫിയുടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഫി പൗഡർ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, നമ്മൾ കാപ്പിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കണ്ടോ, നല്ല കടുപ്പമുണ്ട് ഇതിന്. കാരണം ഞാൻ കുറച്ച് വെള്ളമേ എടുത്തിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി ലോങ് ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ല 2 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ നിങ്ങൾ ഇടേണ്ടി വരും. ഓക്കെ, ഇത്ര ആയില്ലേ? അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഞാനൊരു 5 ഗ്രാമ്പു പൊടിച്ചെടുത്തത് ഈ കാപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞു പീസ് കറുവാപ്പട്ടയും ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്തായാലും ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, വലിയ ചൂട് അങ്ങോട്ട് കുറച്ച് കുറഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിപ്പം വലിയ ചൂടൊക്കെ പോയി ഒരു ചെറു ചൂടിൽ നിൽപ്പുണ്ട്. അതിനെ നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഹെന്ന പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് നല്ല കമ്പനിയുടെ വേണേലും ഉപയോഗിക്കാം. ഇത് മൂൺ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഞാനൊരു ബ്യൂട്ടി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണിത്. ഇതിന് വലിയ വിലയൊന്നും ആയിട്ടില്ല. നാച്ചുറൽ ഹെന്നയാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇതിന് 275 രൂപയേ ഉള്ളൂ. ഇത് 1 കിലോയുടെ പാക്കറ്റ്. അത് വളരെ ചീപ്പായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് എനിക്ക് പുതിയതാണ്. ഞാൻ സാധാരണ നേച്ചേഴ്സിന്റെയും സിങ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് വാങ്ങുന്നത്. ഇത്തവണ ഇപ്പം ഇത് കിട്ടിയോണ്ട് ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഹെന്ന ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം അതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് ഏകദേശം ഒരു യോഗട്ടൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ഒത്തിരി കട്ടയായിട്ടുള്ള യോഗട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് അയഞ്ഞ ടൈപ്പിലെ ഒരു ക്രീമി പരുവത്തിലിരിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ നമുക്ക് വരണം. അതുകൊണ്ട് കുറച്ച് കൂടെ ഇട്ട് കൊടുക്കുക. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിപ്പിക്കാതിരിക്കുക. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കട്ട പിടിക്കും. ഇതുണ്ടോ, നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതുപോലെ. ഇനിയിപ്പോൾ നിങ്ങൾ ഒഴിച്ചത് ഒത്തിരി അങ്ങ് കട്ട പിടിച്ചു പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെള്ളത്തിന്റെ ബാക്കി കുറച്ച് ഒഴിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ ഇച്ചിരി ഒരു എക്സ്ട്രാ വെള്ളം ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ വെള്ളം തീർന്നു പോയെങ്കിൽ ഇച്ചിരി ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇത് കണ്ടോ, ഇപ്പം നല്ല ഒരു അയഞ്ഞ കൺസിസ്റ്റൻസിയാണ്. ഇതുവരെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഉണങ്ങിയ ഇഞ്ചി അതിനെ പൊടിച്ച് കുറച്ചതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. എന്തായാലും എൻ്റെ ഓൾറെഡി ഇവിടെ ജിഞ്ചറിന്റെ പൊടി ഇരിപ്പുണ്ട് കേട്ടോ. ഇതിനെ ഞാൻ 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ലെമൺ. കണ്ടല്ലോ, നമ്മുടെ ലെമൺ.
ഇതിനെ നമുക്ക് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എനിക്ക് കുറച്ച് മുടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഹാഫാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ലെമൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ സൈഡർ വിനെഗർ ഉപയോഗിക്കാം, അത് ഒരുപാട് നല്ലതായിരിക്കും. നിങ്ങൾ കൂടുതൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്തോറും നമ്മുടെ ഇതിന്റെ കളർ നല്ല ഡീപ്പറായിട്ട് പൊക്കോണ്ടിരിക്കും, നമ്മുടെ മുടിയെ നന്നായിട്ട് അത് പിടിക്കുകയും ചെയ്യും കേട്ടോ. നല്ല കളർ നമുക്ക് കിട്ടും. എന്നും പറഞ്ഞു ഒത്തിരി ഉപയോഗിക്കാതിരിക്കുക. അമിതമായാൽ അമൃതം വിഷം. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു 1-2 ലെമൺ ജ്യൂസ് അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. മാക്സിമം ഒരു ലെമൺ വരെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയാവും കേട്ടോ. സുന്ദരമായിട്ട് ഇതിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിന്റെ കുരു അങ്ങ് വീണിട്ടുണ്ട്, അത് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സാരമില്ല. നമുക്ക് പെറുക്കി കളയാം, ഒന്നുകിൽ അല്ലേ അതിനകത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ എടുത്ത് കളഞ്ഞാലും മതി. ഇതിനെയും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. വൺസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നീണ്ടു വരുന്ന മുടിക്ക് മാത്രം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇപ്പം ഫെയ്ഡായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗ്രേ ഹെയർ ഉണ്ടാവത്തുള്ളൂ. ബാക്കി ഇട്ട മുടികൾ നിങ്ങൾ വെട്ടി മുറിച്ച് കളയുന്നിടം വരേക്കും ആ നിറം അവിടെ തന്നെ നിൽക്കും. ഇത് പെർമനന്റ് ആയിട്ടെന്ന് വെച്ചാൽ ഇതൊരു പെർമനന്റ് തന്നെയാണ്. നമ്മൾ സാധാരണ നമ്മൾ ഡൈ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അവർ പറയത്തില്ല ഇത് പെർമനന്റ് ആണ് എന്ന് പറഞ്ഞാലും കുറേ വാഷ് ചെയ്യുമ്പോൾ അത് ഫെയ്ഡ് ആയിപ്പോ അല്ലേ. പക്ഷെ ഇത് അതുപോലെയല്ല. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കും എക്കാലവും. എനിക്ക് ഇന്നവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇത് സൂപ്പറാണ് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട്. ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾ ഓർക്ക് ഇത് എന്താണെന്നല്ലേ, ഇത് എൻ്റെ കോക്കനട്ട് ഓയിൽ കട്ട പിടിച്ചിരിക്കുകയാണ്. ഫ്യൂ ഡ്രോപ്സ് മതിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം 1 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേണ്ട, ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് മിക്സ് ആയി കഴിയുമ്പോൾ ഇതങ്ങ് അലുത്തോളും. അപ്പൊ എന്തായാലും നമുക്ക് ഹെന്നയ്ക്ക് വേണ്ട ആദ്യത്തെ പ്രിപ്പറേഷൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവര് നന്നായിട്ട് ഇവരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പെർഫെക്റ്റ് ആണ്. ഉപയോഗിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു തരണം കേട്ടോ. കുറച്ചു പേര് എന്നോട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതിൽ പ്രത്യേകിച്ച് ഒരാൾ അറിയാം, ഒരു ഹെന്നക്കുട്ടി ഉണ്ട് ഇതിനകത്ത്, സ്ഥിരം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്തായാലും ഇനി ഞാൻ വൈകിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അതാ കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്ലിങ് ഫിലിം വെച്ച് ഇതിനെ നന്നായിട്ട് അപ്പോൾ ഇനി ഞാനൊരു 12 മണിക്കൂർ നേരത്തോളം ഞാൻ സാധാരണ വെക്കും. ഇനിയിപ്പോൾ ഒരു 8 to 12 hours കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് ഒരു ½ an hour അല്ല ഒരു 1/4 മണിക്കൂറുകൾക്ക് മുമ്പായിട്ട് നിങ്ങൾ വേറൊരു മിക്സറൂടെ തയ്യാറാക്കേണ്ടതുണ്ട്. അതെന്താന്ന് ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം. പേരാണ് ഇൻഡിഗോ പൗഡർ. അപ്പോൾ നമ്മുടെ ഹെന്ന 8 to 12 hours കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതിന് ഒരു ½ an hour മുമ്പ് ഈ സംഭവത്തിനെ നമ്മൾ മിക്സ് ചെയ്തിരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഹെന്നയൊക്കെ വാങ്ങുന്ന കടകളിൽ തന്നെ ഈ സംഭവം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഇൻഡിഗോ പൗഡർ. വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ എത്രമാത്രം ഹെന്ന പൗഡർ എടുത്തോ അതിന്റെ നേരെ പകുതി എമൗണ്ട് ഇൻഡിഗോ പൗഡർ എടുക്കുക. മനസ്സിലായല്ലോ. ഇതിന്റെ പേര് എനിക്കൊന്ന് മലയാളത്തിൽ നീലാംബരം അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനിത് UK തന്നെ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ്. UK eBayന്ന് വാങ്ങിയതാണ്. ഇതിന് നമ്മുടെ നാട്ടിലൊക്കെയാണ് ചീപ്പറായിട്ട് കിട്ടും. എനിക്ക് ഇതിന് ഒരു 5-6 പൗണ്ടായി കേട്ടോ ഒരു പാക്കറ്റിന്. കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നി നമുക്കിവിടെ. പിന്നെ എന്തായാലും സാധനം കിട്ടില്ലെന്ന് ഓർത്താണ് വാങ്ങിയത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണം എങ്കിൽ സീ സാൾട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി എമൗണ്ട് ഒന്നും വേണ്ട, ഒരു ½ ടീസ്പൂണോ വല്ല ഒന്ന് ഇട്ട് കൊടുക്കാം ഈ ഇൻഡിഗോ മിക്സറിലേക്ക് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കളർ കൂടുതൽ ലാസ്റ്റിങ് ചെയ്യാനും നമുക്ക് ഡീപ്പർ കളറിലേക്ക് നമ്മുടെ ഹെയറിനെ കൊണ്ടുവരാൻ പറ്റും. അതൊരു നല്ല ടിപ്പാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് അത് ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത്. ഇനി അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല കളർ തന്നെ കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ മിക്സ്ചർ നന്നായിട്ട് വരുന്നത് നിങ്ങൾ കണ്ടോ? നല്ലൊരു കൺസിസ്റ്റൻസിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. കണ്ടല്ലോ, കണ്ടോ, നല്ലൊരു കൺസിസ്റ്റൻസി. ഇവരെ ഒരു ½ an hour ഇതുപോലെ വെച്ചേക്കുക. ½ an hour കഴിയുമ്പോഴേക്ക് ഇതിന്റെ നിറം മാറുന്നത് നിങ്ങൾക്ക് കാണാം. കാണിച്ചു തരാം. ഇൻഡിഗോയുടെ കളർ മാറുന്നത് നിങ്ങൾ കണ്ടോ? നല്ല ഒരു നെവി ബ്ലൂ കൂടി ഒരു കളറിലേക്ക് എന്തോ ഇത് വരുക. നല്ല ഡാർക്കർ കളറിലേക്ക് വന്നു കഴിഞ്ഞു. ഇത് ഓൾറെഡി ഇതിനൊരു പ്രത്യേക നിറമാണ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക്. കണ്ടോ? ഇനിയിപ്പം നമുക്ക് ഈ ഇൻഡിഗോയെ നമ്മുടെ ഹെന്നയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ്ചർ നല്ല സുന്ദരമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1 to 2 hour വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക. നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ചിലർക്കാണെങ്കിൽ നല്ല ചൂട് കാലാവസ്ഥയാണെങ്കിൽ പോലും ഹെന്ന അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്ക്
ജലദോഷമൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര നേരം ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. ഒരു 2-3 hours ഒക്കെ വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നല്ല സുന്ദരമായിട്ട് മുടിയിരിക്കും, കളർ പോവുകയില്ല. അതിനുശേഷം നിങ്ങൾ മുടി വാഷ് ചെയ്യുക. മൈൽഡ് ഷാമ്പു ഇട്ടൊന്ന് കഴുകിയെടുക്കുക. ഒരു കണ്ടീഷണർ ഇട്ട് നിങ്ങൾ വരിക. ഹെന്ന തലയിൽ ഇടുന്നതിന് മുന്നായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ തലയിൽ ഒട്ടുമേ ഓയിൽ ഉണ്ടാവാൻ പാടില്ല. ഓയിലി ആയിട്ടാണെങ്കിൽ നന്നായിട്ട് ഷാമ്പു ഇട്ട് മുടി നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഹെയറെ വേണം നമുക്കിത് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പിടിക്കുകയില്ല. ഡൈ ഇട്ടതിന് തൊട്ട് പുറകെ ഹെന്ന ഒരിക്കലും പോയി ഇടരുത്, നന്നായിട്ട് അത് പിടിക്കുകയില്ല. അതുപോലെ തന്നെ ഹെന്ന ഇടുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇനിയിപ്പോ ഇത് ഇട്ടതിന്റെ പുറകെ എന്നാ ഡൈ ഒക്കെ ഇടണമെന്ന് തോന്നുവാണെങ്കിൽ ആ പണി നടക്കത്തില്ല. കാരണം ഹെന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് തലയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്ന ഡൈ ഇട്ടാൽ അതങ്ങനെ പിടിക്കത്തില്ല. അത് അത്ര എളുപ്പമല്ല പിടിക്കാൻ. അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ ബ്രൗൺ കളർ ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല മാച്ചിങ് ആണ്. ഞാൻ പ്രധാനമായിട്ടും ഗേൾസിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവരായിരിക്കും കൂടുതൽ ഹെന്ന ഉപയോഗിക്കുന്നത്. 1-2 മുടി അവിടെ ഇവിടെ നരച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ ആദ്യമേ പോയി കടയിൽ നിന്ന് പോയി ഗാർണിയറിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പനിയുടെ വാങ്ങിച്ച് തേക്കാൻ തുടങ്ങും. അവർ അമോണിയ ഫ്രീ ആണ്, മുടി നരയ്ക്കത്തില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞാലും മുടി പതുക്കെ നരയ്ക്കും. കൂടുതൽ ഏരിയയിലേക്ക് ഇത് പടർന്നു പിടിക്കും നര. അത് സുന്ദരമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ എക്സാമ്പിൾസ് ഒരുപാടുണ്ട്, അങ്ങനെ അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 1-2 നര കണ്ടു കഴിഞ്ഞാൽ ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ അങ്ങനത്തെ ഡൈ ഇടാതെ നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഈ ഹെന്ന തലയിൽ ഇട്ടോളുക. മുടി വളർച്ചയ്ക്കും നല്ലതാണ്, മുടി സ്ട്രോങ് ആവാനും നല്ല സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് മുടി കിടക്കാനും എല്ലാം നല്ലത് നമ്മുടെ ഹെന്നയാണ് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ കരുതട്ടെ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു സബ്ജക്റ്റുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.